ഇന്ന് 2026 മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ച ഖത്തർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തത് മൂലം ഖത്തറിൽ കുടുങ്ങിയ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടി ഖത്തർ എയർവേസ് പരിമിതമായ രീതിയിൽ റിലീഫ് ഫ്ലൈറ്റ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എന്ന് കരുതി ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ എല്ലാവരും എയർപോർട്ടിലേക്ക് ഡയറക്റ്റായി വരരുതെന്നും ഖത്തർ എയർവേസ് ഇൻഡിവിജ്വലി അറിയിപ്പ് നൽകിയ ശേഷം മാത്രം എയർപോർട്ടിലേക്ക് വരണമെന്നും പ്രത്യേകം ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഇന്ന് രാവിലെ 8 മണി മുതൽ സാധാരണ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ICBF-ന്റെ ഓഫീസും ഇന്ന് രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയും രാത്രി 7 തൊട്ട് 10 മണി വരെയും പ്രവർത്തിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് US എംബസിക്ക് സമീപം താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ചതായുള്ളൊരു നോട്ടിഫിക്കേഷനും വന്നു. കമേഴ്ഷ്യൽ ബാങ്കിന്റെ ചില ബ്രാഞ്ചുകൾ ഇന്നലെ മുതൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ഹമദ്, അൽ റയാൻ, അൽസയാം മോൾ എന്നിവിടങ്ങളിലെ ബ്രാഞ്ചുകളാണ് നേരിട്ടുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഖത്തറിലെ ഇലക്ട്രിക് സബ്സ്റ്റേഷൻസിന് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പല എമർജൻസി സിറ്റുവേഷൻസിലും ഇത് പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഒരു കാരണവശാലും ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് കറാമ അറിയിച്ചിരിക്കുന്നു. ഫൈൻ അടക്കമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇതൊന്നും കൂടാതെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ്, അത്യാവശ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക, ഒഫീഷ്യൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക.